ഹായ് നമസ്കാരം. മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ പാർട്ടി ഉണ്ടാക്കി അധികാര കസേലകളിൽ അധികാര സ്ഥാനങ്ങളിൽ അടയിരിക്കുന്നു എന്നുള്ളതാണ്. ആരാ പറയണത്? കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ കൊടും വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശനാണ് ഈ പറയുന്നത്. ആര് അടയിരിക്കുന്നു എന്നുള്ളത്? ക്രൈസ്തവരും മുസ്ലിങ്ങളും അടയിരിക്കുന്നു. താങ്കൾ ഇത്രയും കാലം എവിടെയായിരുന്നു? കുറേ കാലമായല്ല ഈ ഒരു ഗിണാപ്പേറ്റ് നടക്കുന്നു, ഈ SNDPൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നടക്കുന്നു. ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു? ഇതിനു മുമ്പൊന്നും അധികാരങ്ങളില്ലായിരുന്നു. അവിടെ 10 വർഷമായല്ലേ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷമായല്ല നിങ്ങളിപ്പോൾ പിന്തുണ കൊടുക്കുന്ന പിണറായി ഭരിക്കാൻ തുടങ്ങിയിട്ട്? എന്തേ ടൈമില്ല നിങ്ങൾക്ക്? കാരണം നിങ്ങൾക്ക് കള്ള് കച്ചവടമാണ്. നിങ്ങൾക്ക് അബ്കാരി കോൺട്രാക്ടറിൻ്റെ പരിപാടിയല്ലേ? കള്ള് വാങ്ങുക, കള്ള് വിൽക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടല്ല, അതിങ്ങനെ വീട്ടിലിങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ അടയിരിക്കുക. അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തിനാണ് വെള്ളാപ്പള്ളി? എന്തിനാണ് ഇതിൻ്റെ ഒക്കെ ആവശ്യം? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ടല്ല കക്കൂസിൻ്റെ ഈ ടാങ്ക്, അതിൽ നിന്നൊരു ദുർഗന്ധമല്ല, അത് ശ്വസിക്കണത് താങ്കളുടെ മൂക്കിൽ തന്നെയാണ്. താങ്കളുടെ മൂക്കിൽ മാത്രമല്ല, താങ്കളെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ല അവരുടെ മൂക്കിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ പിന്തുണക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ല, AK ബാലനെ പോലെയുള്ള, സജി ചെറിയാനെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മളെ ശശികല, നമ്മളെ സുരേന്ദ്രൻ, ഇവരെ കണ്ടത് ഇവരൊക്കെ മൂക്കിലേക്ക് തന്നെയാണ് അടിക്കുന്നത്. അല്ലാതെ ഇവിടെ മറ്റുള്ള മതസ്ഥര മൂക്കിലേക്കൊന്നും ഈ ഒരു ദുർഗന്ധം ഒരു കാരണവശാലും അടിക്കുന്നില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന ഈ തുറന്നു വിടുന്ന ഈ കക്കൂസ് ടാങ്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ദുർഗന്ധമല്ല, അത് ആർക്കും അസ്വസ്ഥ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, മറ്റാർക്കും ഇല്ല, മറ്റൊരു സമുദായത്തിനും ഇല്ല. മനസ്സിലായ? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെപ്പോലെ പറയാൻ, നിങ്ങൾ പറയുന്നത് പോലെ പറയാൻ ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് വേണം. മുസ്ലിം പണ്ഡിതന്മാരാ ആരെങ്കിലും നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു ഗുജറാത്താണ്. അതുപോലെ തന്നെ ഒരു വർഗീയ കലാപമാണ്. തൽക്കാലം അതുപോലെ നടക്കൂല. ഇവിടുത്തെ ജനങ്ങൾ ആ കാര്യത്തിൽ ഒറ്റക്കെട്ട. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ ജനങ്ങൾ, ക്രിസ്ത്യനായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുവായാലും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. സമാധാനത്തിൽ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തുറന്നു വിടുന്ന, ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുന്ന ഈ കക്കൂസിൻ്റെ ടാങ്ക് ഉണ്ടല്ല, അതിൻ്റെ ദുർഗന്ധം കേരളത്തിൽ എവിടെയോ എത്തില്ല. അത് നിങ്ങളെ മൂക്കിലേക്ക് തന്നെയാണ് അത് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം താങ്കളെ പോലുള്ളവരൊന്നും